പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്, നമ്മൾ പഠിക്കുന്ന ഇൻഫറൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന നമ്മുടെ തിയറീനെ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് എസ്റ്റിമേഷൻ തിയറി ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അടുത്ത പാർട്ടാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഈ എസ്റ്റിമേഷൻ തിയറിയിൽ നമ്മൾ പോയിന്റ് എസ്റ്റിമേഷൻ പഠിച്ചു, പിന്നെ ഇന്റർവെൽ എസ്റ്റിമേഷൻ പഠിച്ചു അല്ലേ? 2 സെക്ഷൻ പഠിച്ചില്ലേ? 2 ടൈപ്പ് ഓഫ് എസ്റ്റിമേഷൻ. അല്ലാതെ അതായത് ഒരു സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ ആ സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ആ സാമ്പിൾ ഏത് പോപ്പുലേഷനിൽ നിന്നാണോ വന്നിരിക്കുന്നത് ആ പോപ്പുലേഷനിലെ അൺനോൺ പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യുക. ഇനി ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇൻഫറൻസിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോത്തസിസിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് അസംഷൻ. അസംഷൻസ് ആണ് ഹൈപ്പോത്തസിസ് എന്ന് പറയാ. അങ്ങനെയുള്ള അസംഷൻസിനെ ടെസ്റ്റ് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കലി ടെസ്റ്റ് ചെയ്യുക. അതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള സാമ്പിൾ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് പോപ്പുലേഷനിലെ പാരാമീറ്റേഴ്സിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ബൾബ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ്. അപ്പൊ അവരൊരു പുതിയ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ബൾബുകൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അവർക്ക് അത് മാർക്കറ്റിലേക്ക് വിടുന്നതിന് മുന്നേ അവർക്ക് അതിന്റെ ആവറേജ്, അതിന്റെ ലൈഫ് അവർ അവർക്ക് ടെസ്റ്റ് ചെയ്യണം. അതായത് ഒരു ബൾബ് ആവറേജ് ഒരു 1000 hours വർക്ക് ചെയ്യും എന്ന് അവർ പറയുന്നു. അല്ലെങ്കിൽ അവരുടെ ക്ലെയിം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പുതിയ പ്രൊസീജിയർ മൂലം പ്രൊഡ്യൂസ് ചെയ്ത ബൾബിന്റെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് 1000 hours ആണെന്ന് അവർ പറഞ്ഞാൽ നമുക്കത് മാർക്കറ്റിലേക്ക് വിടുന്നതിന് മുന്നേ അത് ടെസ്റ്റ് ചെയ്യണം. ഇവർ പറഞ്ഞത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. അങ്ങനെയുള്ള ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് വരുന്ന സെക്ഷൻ ആണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പൊ അവിടെ നമ്മുടെ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ അസംഷൻ എന്ന് പറയുന്നത് എന്താ? ഈ ന്യൂ പ്രൊസീജിയർ മൂലം പ്രൊഡ്യൂസ് ചെയ്ത ബൾബിന്റെ ആവറേജ് ലൈഫ് 1000 hours ആണ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ആ അസംഷൻസ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട്, സാമ്പിളിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഈ അസംഷൻ അല്ലെങ്കിൽ ആ മാനുഫാക്ചർ പറയുന്ന ക്ലെയിം കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യും, സാമ്പിൾ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന തിയറിയാണ് ടെസ്റ്റിംഗ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറിക്ക് 2 പാർട്ടുണ്ട്. എസ്റ്റിമേഷൻ തിയറിയും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറി. അതിൽ എസ്റ്റിമേഷൻ തിയറി ഓൾറെഡി നമ്മൾ പഠിച്ചു. പല മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻസ് കണ്ടു. ഇനി രണ്ടാമത്തേല് ഹൈപ്പോത്തസിസ്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാല് ഹൈപ്പോത്തസിസ് മീൻസ് അസംഷൻസിനെ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ അത് തന്നിരിക്കുന്ന സാമ്പിൾ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനെ ടെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുക. അപ്പൊ ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കുന്നതിന് മുന്നേ കുറെ ടേമുകള് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ടേമുകൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം കുറച്ച് തിയറി പാർട്ടാണ് വരുന്നത്. പുതുതായിട്ടുള്ള കുറച്ച് ടേംസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഓരോ ടേമുകളും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിനെ കുറിച്ചൊക്കെ ഡിഫൈൻ ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ എഴുതിക്കോളൂ, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഹെഡിങ് കൊടുക്കുക, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. താഴെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് can be broadly classified into two areas. Statistical inference can be broadly classified into 2 areas. First one,
The theory of estimation. The theory of estimations. And the second one, testing of hypothesis. The testing of hypothesis was the theory of testing of hypothesis. The theory of testing of hypothesis was initiated by the theory of testing of hypothesis was initiated by J. Neyman and E.S. Pearson. രണ്ട് സയന്റിസ്റ്റുകളാണ്. ഇവരാണ് ആദ്യമായിട്ട് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്നുള്ള തിയറിയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ജെ നെയ്മൻ ആൻഡ് E.S. Pearson. The literal meaning of hypothesis is assumption. The literal meaning of hypothesis is assumption. But in this section, we will be concerned with hypothesis. We will be concerned with hypothesis about probability distributions, or the parameters involved in it, or the parameters involved in it. This type of hypothesis are called statistical hypothesis. This type of hypothesis are called statistical hypothesis. അതായത് നമ്മൾ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസംഷൻ എന്ന് പറഞ്ഞു അല്ലെ. എന്ത് വേണമെങ്കിലും നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന അസംഷൻസിനെ മാത്രമേ നമ്മൾ ഹൈപ്പോത്തസിസ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ യൂഷ്വലി നമ്മൾ ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ തിയറിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെയോ അതിന്റെ പാരാമീറ്റേഴ്സിനെയോ സംബന്ധിച്ചുള്ള അസംഷനുകളാണ്. സോ അതിനെ നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്കലി റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ അസംഷൻസ് ആയിട്ട് എടുക്കുക. അത് ചിലപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആവാം, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആവാം. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കലി റിലേറ്റ് ചെയ്തിട്ടുള്ള അസംഷൻസ് ആയതുകൊണ്ട്, ഹൈപ്പോത്തസിസുകൾ ആയതുകൊണ്ട് അതിനെ നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയും. എന്ത് വേണമെങ്കിലും നമുക്ക് അസംഷൻ ആയിട്ട് എടുക്കാം. പക്ഷെ നമ്മൾ ഈ സെക്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറിയിൽ നമ്മൾ എടുക്കുന്ന അസംഷൻസ് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻസിനെയോ അതിന്റെ പാരാമീറ്റേഴ്സിനെയോ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ പറയുക അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ടെസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുക ടെസ്റ്റിംഗ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്നാണ്. ഈ ടെസ്റ്റിംഗ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസിഷൻ പ്രോബ്ലം ആണ്. ഡിസിഷൻ പ്രോബ്ലം എന്ന് പറയാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറഞ്ഞു. ഒരു ബൾബിന്റെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് 1000 hours ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ തള്ളിക്കളയാം.
അല്ലെ? അതായത് ഒന്നില്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിജക്ട് ചെയ്യാം. നമ്മൾ സാമ്പിൾ യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തപ്പോ ചിലപ്പോൾ നമുക്ക് ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പൊ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ അക്സെപ്റ്റ് ചെയ്യും. ചിലപ്പോൾ സാമ്പിൾ യൂസ് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാത്ത റിസൾട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ റിജക്ട് ചെയ്യും. സോ അതാണ് ഒന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്ട് ചെയ്യുക. ഒരു ടൈപ്പ് ഓഫ് ഡിസിഷൻ പ്രോബ്ലം ആണ് ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോതെസിസ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. ഒരു ടൈപ്പ് ഓഫ് ഡിസിഷൻ പ്രോബ്ലത്തിൽ വരുന്നതാണ്. ഡിസിഷൻ പറഞ്ഞാൽ ഒരു തീരുമാനം എടുക്കുക. ഒന്നില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിസിഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഏതു The theory of testing of statistical hypothesis. The theory of testing of statistical hypothesis. The theory of testing of decision problems concerns a special class of decision problems. For example, a farmer may have to decide whether or not the new strain of wheat will significantly improve the yield. Will significantly improve, may have to decide the new strain of wheat will significantly improve the yield. Full stop. രണ്ടാമത്തെ എക്സാമ്പിൾ ഇത്. The industrial engineer may have to determine whether or not the new production process will significantly reduce the cost. And third one, ഇതൊക്കെ പല ടൈപ്പ് എക്സാമ്പിൾസ് ആണ്. അതായത് പല ആൾക്കാർക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതിനെ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം എന്ന് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിനെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ ആൾക്കാണെങ്കിൽ നമ്മളൊരു പുതിയ ടൈപ്പ് ഓഫ് വീറ്റ് ഗോതമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന ഈൽഡ് ഇൻക്രീസ് ചെയ്യോ എന്നാൾക്ക് ആ വീറ്റ് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. രണ്ടാമത്തെ ആൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ may have to determine whether or not the new production process will significantly reduce the cost.
അതായത് ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർക്ക് ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റണം, ഒരു ന്യൂ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കോസ്റ്റിന്, ചെലവിന് റെഡ്യൂസ് ചെയ്യുമോ ഇല്ലയോ എന്ന് ആൾക്ക് തീരുമാനിക്കാൻ പറ്റണം. സിമിലർലി ഒരെണ്ണം കൂടി എഴുതുക. ദ സെയിൽസ് മാനേജർ ഓഫ് എ the sales manager of a soft drink manufacturing company the sales manager of a soft drink manufacturing company may have to choose between newspapers and television for launching his advertisement campaign. അതായത് പുതിയൊരു സോഫ്റ്റ് ഡ്രിങ്ക് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്ക് തീരുമാനിക്കണം, ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുത്താലാണോ ടി വിയിൽ പരസ്യം കൊടുത്താലാണോ ആളുടെ സോഫ്റ്റ് ഡ്രിങ്ക് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുക. അത് ആളവിടെ തീരുമാനിക്കണം, ആൾക്കൊരു ഡിസിഷൻ എടുക്കണം, ഇതിൽ കൊടുത്താലായിരിക്കും ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടാവുക. സോ ഈ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ ഈ തിയറിയാണ് നമ്മൾ ഇങ്ങനെ വരുന്ന ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസിലെല്ലാം ഇനി ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ഹൈപ്പോത്തസിസ് ആൻഡ് കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ്. സിമ്പിൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാല് നമ്മളൊരു ഹൈപ്പോത്തസിസ് എടുത്തു കഴിഞ്ഞാൽ, അത് പറയുന്നതിന് മുന്നേ ആദ്യം നമുക്ക് വേറെ രണ്ട് ടേംസ് കൂടി പറയാം. നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അത് പറഞ്ഞിട്ട് സിമ്പിളിലേക്ക് വരാം. സോ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് എടുക്കുക. അതായത് ഇപ്പൊ നമ്മള് ഒരു ബൾബിന്റെ കേസ് തന്നെ പറഞ്ഞു. ഒരു ബൾബ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്ക് ആ ബൾബ്, അതായത് ഒരു പുതിയ പ്രൊസീജിയർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ബൾബ് മാനുഫാക്ചർ ചെയ്ത ആൾക്ക് ആ ബൾബിന്റെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് സപ്പോസ് മ്യൂ ആണെന്ന് വിചാരിക്കുക. ആവറേജ് ലൈഫ് മ്യൂ ആണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. മ്യൂ ഈക്വൽ ടു സം 1000 hours ആണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ആൾക്ക് അറിയേണ്ടത് പഴയ പ്രൊസീജിയർ വെച്ച് ബൾബ് മാനുഫാക്ചർ ചെയ്യുന്നതാണോ പുതിയ പ്രൊസീജിയർ വെച്ച് ബൾബ് മാനുഫാക്ചർ ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത്. അപ്പൊ ഒന്നില്ലെങ്കിൽ ആൾക്ക് എടുക്കാം പുതിയ പ്രൊസീജിയർ വെച്ച് പഴയ പ്രൊസീജിയർ വെച്ച് ബൾബ് മാനുഫാക്ചർ ചെയ്താലും സെയിം എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ പഴയ പ്രൊസീജിയർ പുതിയ പ്രൊസീജിയറിനെക്കാട്ടിലും സുപ്പീരിയർ ആണ്, അല്ലെങ്കിൽ പഴയ പ്രൊസീജിയർ പുതിയ പ്രൊസീജിയറിനെക്കാട്ടിലും ഇൻഫീരിയർ ആണ്. ഇങ്ങനെ 3 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആൾക്ക് ടെസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കേണ്ടത്. അതായത് ഏതെങ്കിലും ഒരു പ്രൊസീജിയറിന് കൂടുതൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് വരരുത്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പുതിയ പ്രൊസീജിയർ വെച്ച് ചെയ്താലും പഴയ പ്രൊസീജിയർ വെച്ച് ചെയ്താലും നമുക്ക് ഒരേ റിസൾട്ട് ആണ് കിട്ടുന്നത്. അവിടെ നമ്മൾ ന്യൂട്രൽ ആണ്, രണ്ട് പ്രൊസീജിയറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ പിന്നെ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, അതായത് പഴയ പ്രൊസീജിയർ ഈസ് സുപ്പീരിയർ ടു ഓൾഡ് പ്രൊസീജിയർ, ന്യൂ പ്രൊസീജിയർ, അതുപോലെ ഓൾഡ് പ്രൊസീജിയർ ഈസ് ഇൻഫീരിയർ ടു ന്യൂ പ്രൊസീജിയർ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു ഭാഗത്തേക്ക് കൂടുതൽ വെയിറ്റ് കൊടുക്കുന്നു. സോ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിനെയാണ് ഹൈപ്പോത്തസിസ് വിച്ച് ഈസ് ടു ബി ടെസ്റ്റഡ് ഈസ് യൂഷ്വലി നോൺ ആസ് നൾ ഹൈപ്പോത്തസിസ്. എന്താണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മള് ആവറേജ് ലൈഫ് 1000 hours ആണോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ദ ആവറേജ് ലൈഫ് ഓഫ് ബൾബ് ഈസ് മ്യൂ ഈക്വൽ ടു 1000 hours ആയിരിക്കണം. അല്ലാതെ നമ്മൾ മ്യൂ ലെസ് ദാൻ 1000 എന്നോ മ്യൂ ഗ്രേറ്റർ ദാൻ 1000 എന്നോ എടുക്കാൻ പാടില്ല നൾ ഹൈപ്പോത്തസിസിൽ. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നൾ ഹൈപ്പോത്തസിസിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നൾ ഹൈപ്പോത്തസിസിനെ യൂഷ്വലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് H0 എന്നാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ യൂഷ്വലി ഡിനോട്ട് ചെയ്യുക. മനസ്സിലായോ? ഒന്നുകൂടി പറയണം. ഓക്കെ, എഴുതൂ.
ഒരു മിനിറ്റ്. അതായത് അതിന് മുന്നേ ഇത് നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് a statistical hypothesis is a statement. ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക് കേട്ടോ. A statistical hypothesis is a statement about a population. A statistical hypothesis is a statement about a population or a probability distribution characterizing a population which we want to verify on the basis of information available from a sample. Available from a sample. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പോപ്പുലേഷൻസിനെയോ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുകളെയോ ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അത് നമുക്ക് എന്തുകൊണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റും? ആ സ്റ്റേറ്റ്മെന്റുകൾ സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. A statistical hypothesis is a statement about a population or a probability distribution which we can verify on the basis of information available from a sample. സാമ്പിളിൽ നിന്നുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ്. എന്തിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ്? പോപ്പുലേഷൻസിനെ കുറിച്ചോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചോ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് എന്ന് പറയാ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഡിഫൈൻ ചെയ്യാൻ. ഓക്കെ, ഇനി താഴെ എഴുതുക null hypothesis. The hypothesis which is to be tested is usually referred to as the null hypothesis. And is denoted by the symbol H naught. ഇങ്ങനെ എഴുതാട്ടോ, ഇത് ബോർഡിലുണ്ട്. And is denoted by the symbol H naught. Full stop. The null hypothesis is a proposition of zero differences. The null hypothesis is a proposition of zero differences. For example, let us suppose that the bulbs manufactured under some standard manufacturing process
standard manufacturing process have an average life of have an average life of have an average life of mu hours. Mu അത് ജനറലി നമ്മൾ 1000 അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 500 എന്നൊക്കെ പറയുന്നതിന് പകരം ജനറലി നമ്മൾ mu hours എടുക്കുന്നു. Mu hours, and it is proposed to test a new procedure for manufacturing light bulbs, and it is proposed to test a new procedure for manufacturing light bulbs. Thus we have two population of bulbs. Thus we have two population of bulbs. Thus we have two population of bulbs, comma, those manufactured by standard process, those manufactured by standard process, those manufactured by standard process, and those manufactured by the new process. അതായത് നമുക്ക് രണ്ട് ടൈപ്പ് പോപ്പുലേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് പ്രോസസ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത പ്രൊസീജിയർ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ബൾബുകളും, പിന്നെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ പ്രൊസീജിയർ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ബൾബുകളും. എഴുതിയോ? In this problem, in this problem, the following three hypotheses may be set up. The following three hypotheses may be set up. In this problem, the following three hypotheses may be set up. First one is the new process is better than standard process. First hypothesis. New process is better than standard process. Second one, new process is inferior to standard process. New process is inferior to standard process. And third one, there is no difference between the two processes. There is no difference between the two processes. There is no difference between the two processes. ഇല്ലേ, ഇങ്ങനെ മൂന്ന് ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എടുക്കാം. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇത് താഴേത് the first two statements appear to be biased. The first two statements appear to be biased. The first two statements appear to be biased. Since they reflect a preferential attitude. Since they reflect a preferential attitude to one or the other of the two processes. Differential attitude to one or the other of two processes.
അതായത് ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒരു പ്രൊസീജിയറിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് പോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. Hence, it is better to adopt. Hence, it is better to adopt the hypothesis of. It is better to adopt the hypothesis of no difference. The hypothesis of no difference as the null hypothesis. As the null hypothesis. This suggests that the statistician should take up the neutral or null attitude. The neutral or null attitude regarding the statements. Regarding the statements. അപ്പൊ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാല് എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതാണ് നൾ ഹൈപ്പോത്തസിസ്. അപ്പൊ യൂഷ്വലി നമ്മള് നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കുക ന്യൂട്രൽ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് ഏതെങ്കിലും ഒരു പ്രൊസീജിയറിനോ ഒരു മെത്തേഡിനോ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മള് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയാം. The second one, alternative hypothesis. Alternative hypothesis എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എന്തെടുക്കുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നൾ ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ എന്തെടുക്കുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുക. അതായത് ഇപ്പൊ നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എടുത്തപ്പോ തൊട്ട് മുന്നത്തെ എക്സാമ്പിളിൽ പറഞ്ഞു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറും ന്യൂ പ്രൊസീജിയറും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതായത് there is no difference between the two process എന്നെടുത്തു. നല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കുന്നത് there is difference between the two process. There is difference between the two process. അതായിരിക്കണം എന്ത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നല്ല എന്തെടുക്കുന്നോ അതിന്റെ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതായിരിക്കും, നെഗേഷൻ ആയിട്ട് വരുന്നതായിരിക്കും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് H1 എന്നുള്ള സിമ്പൽ യൂസ് ചെയ്തുകൊണ്ടാണ്. H1 എന്ന് പറഞ്ഞാൽ Hന്റെ സഫിക്സില് 1 എഴുതുക. ഇതാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്തെടുക്കുന്നോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇപ്പൊ എഴുതൂ. നെക്സ്റ്റ് ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. In the testing process, the null hypothesis is, in the testing process, the null hypothesis is either rejected or not rejected. The null hypothesis is either rejected or not rejected. ഒന്നില്ലെങ്കിൽ നൾ ഹൈപ്പോത്തസിസിനെ നമ്മൾ റിജക്ട് ചെയ്യാം സാമ്പിൾ ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യാതിരിക്കാം.
If H naught is rejected, it means that if H naught is rejected, it means that if H naught is rejected, it means that the sample information does not support H naught. If H naught is rejected, it means that the sample information does not support H naught. Does not support H naught. And it supports some other hypothesis. And it supports some other hypothesis. This other hypothesis is known as alternative hypothesis. അതായത് null hypothesis റിജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന alternative ആയിട്ട് എടുക്കുന്ന hypothesis ആണ് alternative hypothesis. This hypothesis is known as alternative hypothesis, denoted by H1. For example, in the above light bulb manufacturing problem, the alternative hypothesis will be there is inverted comma will be there is difference between the two processes. ആണ് നമ്മുടെ null hypothesis ഉണ്ടായിരുന്നത് there is no difference എന്നായിരുന്നു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കാവുന്ന there is difference between the two processes. എഴുതിയോ? ഇനി അടുത്ത ടേം സിമ്പിൾ ഹൈപ്പോത്തസിസ്. സിമ്പിൾ ഹൈപ്പോത്തസിസ് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പാരാമെട്രിക് ഹൈപ്പോത്തസിസ്. പാരാമെട്രിക് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സിനെ കുറിച്ചാണെങ്കിൽ, നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ ഒരു പോപ്പുലേഷനിലെ പാരാമീറ്റേഴ്സിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളെ പറയുന്നതാണ് പാരാമെട്രിക് ഹൈപ്പോത്തസിസ്. ഫോർ എക്സാമ്പിൾ, ഇൻ എ നോർമൽ പോപ്പുലേഷൻ ഇഫ് എക്സ് ഫോളോസ് ആൻഡ് മ്യൂ സിഗ്മ, നമുക്ക് ടെസ്റ്റ് ചെയ്യണം എച്ച് നോട്ട് സച്ച് ദാറ്റ് മ്യൂ ഈക്വൽ ടു 10 എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഈ പോപ്പുലേഷനിലെ പാരാമീറ്ററിനെ സംബന്ധിച്ചാണ് ഇവിടുത്തെ അസംഷൻ. മ്യൂ 10 ആണോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഹൈപ്പോത്തസിസുകളെയാണ് നമ്മൾ പാരാമെട്രിക് ഹൈപ്പോത്തസിസ് എന്ന് പറയാ. അല്ലാതെ ഉള്ള, അതായത് ഇപ്പൊ നമ്മുടെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എച്ച് നോട്ട് സച്ച് ദാറ്റ് ദ പോപ്പുലേഷൻ ഈസ് നോർമൽ, നമ്മൾ എടുത്ത പോപ്പുലേഷൻ നോർമൽ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ പാരാമീറ്ററിനെ കുറിച്ചൊന്നും പറയുന്നില്ല, പോപ്പുലേഷനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസ്. ഇപ്പൊ രണ്ട് ടൈപ്പ് ഹൈപ്പോത്തസിസ് ഉണ്ട്, പാരാമെട്രിക് ഹൈപ്പോത്തസിസും നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസും. അതിൽ പാരാമെട്രിക് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ അസംഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒരു പോപ്പുലേഷനിലെ പാരാമീറ്ററിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള ഹൈപ്പോത്തസിസിനെ പറയുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. ഇനി നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത്
പോപ്പുലേഷനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ പാരാമീറ്റർ ആകുമ്പോൾ അത് പാരാമീറ്ററിക്ക് പോകും. പാരാമീറ്റർ അറിയണമെങ്കിൽ പോപ്പുലേഷൻ നോൺ ആയിരിക്കണം. പോപ്പുലേഷൻ തന്നെ നമുക്ക് അറിയില്ലെങ്കിൽ ആദ്യം പോപ്പുലേഷൻ എന്താണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളെ പറയുന്നതാണ് നോൺ പാരാമെട്രിക്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ പോപ്പുലേഷനിലെ പാരാമീറ്റേഴ്സ് അത് മ്യൂ ആവാം, സിഗ്മ ആവാം, പി ആവാം, തീറ്റ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെയുള്ള പാരാമീറ്റേഴ്സിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സിന് പാരാമെട്രിക് ഹൈപ്പോതെസിസ് എന്നും അല്ലാത്തവയെ നമ്മൾ നോൺ പാരാമെട്രിക് ഹൈപ്പോതെസിസ് എന്നും പറയും. മനസ്സിലായോ? എഴുതൂ. പാരാമെട്രിക് ഹൈപ്പോതെസിസ്. A statistical hypothesis which refers only to the numerical values of the statistical hypothesis which refers only to the numerical values of unknown parameters random variable, unknown parameters of a random variable is called parametric hypothesis. ഇതെല്ലാം ഡെഫിനിഷനും അതിന് ഓരോ എക്സാമ്പിളുകളൊക്കെ പഠിച്ചു വെക്കുക. പരീക്ഷയ്ക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഫ്രീക്വന്റ്ലി ചോദിച്ചു കാണുന്ന ടേമുകളാണ് ഇതൊക്കെ കേട്ടോ. ഡിഫൈൻ പാരാമെട്രിക് ഹൈപ്പോതെസിസ്, ഡിഫൈൻ നൾ ഹൈപ്പോതെസിസ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ നൾ ആൻഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോതെസിസ് എന്നൊക്കെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. For example, in a normal population, if we test whether mu equal to 10 or not, mu 10 ആണോ അല്ലയോ, mu equal to 10 or not is a parametric hypothesis.